السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين برضا الله أما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, സ്നേഹനിധികളായ എൻ്റെ കൂട്ടുകാരെ, വാക്കും വരയും കലാവൈഭവം തീർക്കുന്ന ഫെലീസിയുടെ ഈ വേദിയിൽ ലഹരിയിൽ ഒടുങ്ങുന്ന ജീവിതങ്ങൾ എന്ന ശീർഷകത്തിലാണ് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. നാഥൻ തുണക്കട്ടെ, ആമീൻ. ഇന്നത്തെ കാലത്ത് ഓരോ പുലരിയും നമ്മെ സ്വാഗതം ചെയ്യുന്നത് ലഹരി പദാർത്ഥങ്ങൾ പിടിക്കപ്പെട്ടതും കൊലപാതകങ്ങളും ക്രൂരപീഡനങ്ങളും തുടങ്ങി ആകെ അലങ്കോലപ്പെട്ട ഒരു ചുറ്റുപാടിലേക്കാണ്. കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ ഒരു റിസാലയിൽ ഒരു മുത്തഅല്ലിം സുഹൃത്ത് തന്റെ സ്ഥാപനത്തിലേക്ക് പിരിവെടുക്കാൻ പോയപ്പോഴുള്ള ഒരു അനുഭവം വിവരിക്കുന്നുണ്ടോ. ഒരു കൊച്ചു കുടിൽ കണ്ട് അവിടുന്ന് ഒന്നും കിട്ടില്ല എന്ന് കരുതി തിരിഞ്ഞു നടന്ന ആ മുത്തഅല്ലിമിനെ ആ വീട്ടിൽ നിന്നും ഒരു ഉമ്മ വിളിക്കുകയാണ്. എന്നിട്ട് തന്റെ ആ ദിവസത്തെ ശമ്പളം മുഴുവൻ എടുത്തു നൽകി. കാരണം എന്തേ? അനാഥനായ തന്റെ മകന് ആ പണവും ലഹരി വാങ്ങാൻ കൊടുക്കേണ്ടി വരുമോ എന്ന ആവലാതിയായിരുന്നു. ആ സമയത്തും ആ ഉമ്മയുടെ കയ്യിൽ തലേ ദിവസം മകൻ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച മുറിയിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ മാതാവെന്നോ പിതാവെന്നോ മക്കളെന്നോ സഹോദരങ്ങളെന്നോ ശത്രുക്കളെന്നോ മിത്രങ്ങളെന്നോ വ്യത്യാസമില്ലാതെ എത്രയെത്ര കൊലപാതകങ്ങളും ക്രൂരമർദ്ദനങ്ങളുമാണ് നാം ദിനം പ്രതി കാണുന്നതും കേൾക്കുന്നതും. ഈ കൊലപാതകങ്ങളുടെയും മറ്റു സാമൂഹിക തിന്മകളുടെയും കാരണങ്ങളിലേക്ക് ഇറങ്ങിയാൽ മിക്ക കേസുകളിലും ലഹരിയാണ് വില്ലനെന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അബീ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തശ്റബുൽ ഖംർ ഫഇന്നമാ മിഫ്താഹു കുല്ലി ശർ. എൻ്റെ കൂട്ടുകാരൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തു, നിങ്ങൾ കള്ളു കുടിക്കരുത്, കാരണം അത് സകല തിന്മകളുടെയും താക്കോലാകുന്നു. നശ്വരമായ ലോകത്തെ നൈമിഷികമായ സുഖാസ്വാദനത്തിന് വേണ്ടി സ്വജീവിതവും കുടുംബവും സമൂഹവും അനശ്വര ലോകവും നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ലഹരി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ. ന്യൂ ഇയർ പോലെ ഓരോ പേരും പറഞ്ഞ് നടത്തുന്ന ഫംഗ്ഷനുകളിലും നൈറ്റ് പാർട്ടികളിലും മറ്റ് അനാവശ്യ ഫെസ്റ്റിവലുകളിലുമൊക്കെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ജാതിമത പ്രായ ഭേദമന്യേ പരസ്യമായും രഹസ്യമായും ലഹരി ഉപയോഗിക്കുന്നതും പിടിക്കപ്പെടുന്നതും ഇന്ന് നിത്യസംഭവമായിരിക്കുന്നു. ഇങ്ങനെയെല്ലാം നടത്തി ലഹരി മാഫിയക്ക് വരാൻ സമൂഹം തന്നെയാണ് അവസരമൊരുക്കുന്നതെന്ന് പറയാതിരിക്കാനും കഴിയില്ല. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു രസത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഉപയോഗിച്ചാലുള്ള ഫലം അറിയാൻ വേണ്ടിയോ തുടങ്ങിയ ലഹരി ഉപയോഗം യുവതലമുറയെ തീരെ നഷ്ടത്തിലാക്കുന്നു. ആവശ്യത്തിലധികം പണം മക്കളുടെ കയ്യിലെത്തുന്നതും മീഡിയകളുടെ ദുരുപയോഗവും ലഹരി ഉപയോഗത്തിലേക്ക് നയിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണെന്ന് നാം ഓർക്കണം. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തവരുടെ കണക്കിൽ അനുസരിച്ച് 10,000-ലധികം ആത്മഹത്യകളുമായി കേരളം 4ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നാം അറിയേണ്ട മറ്റൊരു വസ്തുത കൂടെയുണ്ട്. ഈ ആത്മഹത്യ നിരക്കിന്റെ 70% നടന്നിട്ടുള്ളത് ലഹരി ഉപയോഗിക്കാൻ പണം നൽകാത്തതിന്റെയും അത് വിസമ്മതിച്ചതിന്റെയും പേരിലാണ്. നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി ഇതാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളുടെ മറ്റു നാടുകളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ലഹരി കാരണം നമ്മുടെ കേരളത്തിൻ്റെത് മാത്രമല്ല, നമ്മുടെ സമുദായത്തിന്റെയും നമ്മുടെ സമൂഹത്തിന്റെയും നല്ല പേരുകൾ വാക്കുകളിൽ മാത്രമായി ഒതുങ്ങിക്കഴിഞ്ഞു. ഇരുലോക ജീവിതവും നശിക്കാൻ കാരണമാകുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ നാം എല്ലാവരും വാക്കാലും വരയാലും ഒത്തുനിന്ന് പ്രതിരോധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.